ഫ്രണ്ട്സ്, നമ്മുടെ ഫെബ്രുവരിയിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ISROയുടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അതിലേക്ക് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിതിൽ പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ISROയുടെ ഇതായിരുന്നു നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ SC, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, അതുപോലെ ലൈബ്രറി അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ B, അതുപോലെ ഡ്രാഫ്റ്റ്മാൻ, അതുപോലെ കുക്ക്, ഫയർമാൻ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ, അതുപോലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള തസ്തിയിലേക്ക് നമ്മുടെ ഇപ്പം വീഡിയോസ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ കയറി വീഡിയോ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് ഇങ്ങനെ നീക്കിയാൽ മതി. അപ്പം നമ്മൾ ഞാൻ ആ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒന്ന് കാണിക്കാൻ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്തവരാണോ നോക്കട്ടോ. ഓക്കെ, മാർച്ച് 1 മുതലാണ് അതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം കുറച്ച് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി 10 നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു മാസം മുൻപ് ISRO നോട്ടിഫിക്കേഷൻ 2024 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിവിധ തസ്തികൾ അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 12K വ്യൂസ് അതിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൻ്റെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് SSLC, ഡിപ്ലോമ, ITI, BSc, MSc, ME, MTech ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ആയിരുന്നു കേട്ടോ, ഫ്രഷറിന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്നാണ് എക്സാം ഡേറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ISRO 2 യൂണിറ്റിലേക്കാണ് വിളിച്ചിരുന്നത്. URO സാറ്റലൈറ്റ് സെൻറ്റർ URSCയിലേക്കും ഒന്ന് ISTRACയിലേക്കാണ് വിളിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വന്നിരുന്നത് ഫെബ്രുവരി 10 നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏപ്രിൽ 18 എക്സാം നടക്കാൻ ഇവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏപ്രിൽ 18 നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങളുടെ മെയിൽ ID എന്ത് ചെയ്യും, അവർ ലിങ്ക് അയക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് മെയിൽ ID അയക്കും. അപ്പോൾ അത് നിങ്ങൾ മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഏപ്രിൽ 18 ആകുമ്പോൾ നിങ്ങൾ ഏപ്രിൽ മാസം ആകുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യണം. പിന്നെ ഏകദേശം ഇന്ത്യയിൽ 22 സിറ്റികളാണ്. തിരുവനന്തപുരമൊക്കെ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടാക്കി നമ്മൾ ഇതിൽ കൊടുത്താണല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ നോട്ടിഫിക്കേഷൻ ആ ഒരു നോട്ടീസിൽ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ റിസീവ്ഡ് അഗെയിൻസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങൾക്കാണ് URSC ISTRAC 1/2024, ഡേറ്റഡ് 10/2/2020. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം എത്ര പേര് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, മെക്കട്രോണിക്സിലേക്ക് 58 ആപ്ലിക്കേഷനെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ നമ്മൾ PSC, SSC, UPSC ഒക്കെ പോലെ ഒരുപാട് ലക്ഷക്കണക്കിനൊന്നും അപേക്ഷകൾ ഇങ്ങനെ ഇപ്പം ISRO ഒക്കെ പോലെയുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരാറില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ കുറയും. വളരെ ലിമിറ്റഡ് വേക്കൻസിയും ആയിരിക്കും, എന്നാലും നമുക്ക് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കുറയുന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അത് ഈ പറയുന്ന പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അതുപോലെ സയൻറ്റിസ്റ്റ് എഞ്ചിനീയറിൽ മെറ്റീരിയൽ സയൻസിൽ 350 ആപ്ലിക്കേഷനാണ് വന്നത്. ദെൻ മാത്തമാറ്റിക്സിൽ 394 വന്നു. ദെൻ ഫിസിക്സിൽ 991 വന്നു. പിന്നെ ടെക്നീഷ്യൻ ബിയിൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ 6259 വന്നിട്ടുണ്ട്. ടെക്നീഷ്യൻ ഇപ്പോൾ ഓൾ ഇന്ത്യൻ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ലെവലിലാണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ വന്നത്. എന്നിട്ടും എത്രയേ വന്നിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് കാണാം 14,967 വന്നത്. ടെക്നീഷ്യൻ B ഫോട്ടോഗ്രാഫി, അതുപോലെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി 129 ആളുകളാണ് അതിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ടെക്നീഷ്യൻ B ഫിറ്ററിൽ 13,515 ടോട്ടൽ അപേക്ഷ. അതിൽ അപേക്ഷിച്ചവരെല്ലാവരും എക്സാം എഴുതിക്കൊള്ളുന്നതില്ല. കാരണം പലരും പല സ്ഥലങ്ങളിലായിരിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന എക്സാം ഡേറ്റ് അറിഞ്ഞിട്ടില്ല എന്ന് വരാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, പിന്നെ അവിടെ ടെക്നീഷ്യൻ B പ്ലംബർ 1025 ഉള്ളൂ വന്നത്. ദെൻ ടെക്നീഷ്യൻ B റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 2027 അപേക്ഷകളാണ് വന്നത്. ടെക്നീഷ്യൻ B ടേർണർ നിങ്ങൾക്ക് 850 അപേക്ഷകളാണ് വന്നത്. ടെക്നീഷ്യൻ B കാർപ്പൻറ്റർ 749 അപേക്ഷകളാണ് വന്നത്. ടെക്നീഷ്യൻ B മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക് 882 അപേക്ഷകളാണ് വന്നത്. ടെക്നീഷ്യൻ B മെഷീനിസ്റ്റ് 1521 അപേക്ഷകളാണ് വന്നത്. ടെക്നീഷ്യൻ B വെൽഡർ 1836 അപേക്ഷകളാണ് വന്നത്. പിന്നെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ 1477 അപേക്ഷകളാണ് വന്നത്. പിന്നെ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിൽ 1159 വന്നത്. പിന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് 7303
അപേക്ഷകൾ വന്നു. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 2346 വന്നത്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ 4380 വന്നു. പിന്നെ സിവിലാണെങ്കിൽ 2803 അപേക്ഷകളാണ് വന്നത്. മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് 7459 വന്നത്. ഫിസിക്സ് ആണെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് 1897 അപേക്ഷകൾ വന്നു. ഫിസിക്സിലേക്ക് നിങ്ങൾക്ക് 1962 അപേക്ഷകളാണ് വന്നത്. അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയയിലേക്ക് 74 അപേക്ഷകളെ വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ തന്നെ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് 864 വന്നു. ലൈബ്രറി അസിസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് 936 വന്നു. കുക്കിലേക്ക് നിങ്ങൾക്ക് 504 വന്നു. ഫയർമാനിലേക്ക് നിങ്ങൾക്ക് 1324 അപേക്ഷകളാണ് വന്നത്. ദെൻ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിലേക്ക് 4146 അപേക്ഷകൾ വന്നിട്ടുണ്ട്. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗിൽ വെറും 836 വന്നത്. അങ്ങനെ മൊത്തത്തിൽ 85,062 അപേക്ഷകളാണ് ടോട്ടൽ എന്ത് ചെയ്തത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ അനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാവുന്ന ജോലികളൊക്കെ തന്നെയാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ വളരെ കുറഞ്ഞ സമയമുള്ളൂ ഇനിയുള്ളത്. അപ്പം നമുക്ക് നോട്ടീസ് വന്നിട്ട് ഇന്നലെ 2 ദിവസമായിട്ടുള്ള നോട്ടീസ് വന്നിട്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ നമ്മൾ ചാനൽ വഴി അറിയിക്കുന്നത്. അപ്പം വളരെ ലിമിറ്റഡ് ടൈമാണ്. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സമയം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ആണെങ്കിൽ അത്യാവശ്യം റാങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളിതിൽ ഈ പറയുന്ന നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് ലിങ്ക് കൊടുക്കും. അതിൽ കയറുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം 2 more ലിങ്ക്സ് ആണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് നമ്മുടെ ലോഗോയുടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് 2 more ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലിങ്കോടെ നിങ്ങൾക്ക് കാണിക്കും. അതിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ISROയുടെ എല്ലാ പോസ്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഈ പറയുന്ന ആൻസർ കീ ഉണ്ട്. ISRO ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഉണ്ട്, ദെൻ ഡ്രാഫ്റ്റ്മാൻ ബി മെക്കാനിക്കൽ ഉണ്ട്, ദെൻ ഡ്രൈവർ കം ഓപ്പറേറ്റർ ഉണ്ട്, ഫയർമാൻ ഉണ്ട്, ഹിന്ദി ടൈപ്പിസ്റ്റ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. ഇതിലിപ്പം വിളിക്കാത്തതുകൊണ്ട് പലതും ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി, കെമിക്കൽ, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ദെൻ ISRO ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ ടെക്നീഷ്യൻ ബി ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ടെക്നീഷ്യൻ ബി ഫോട്ടോഗ്രാഫി ഉണ്ട്, ദെൻ ടെക്നീഷ്യൻ ബി ടേണർ ഉണ്ട്, ദെൻ വെൽഡർ ഉണ്ട്, ടെക്നീഷ്യൻ സയൻറ്റിഫിക് അല്ലെങ്കിൽ എഞ്ചിനീയർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഉണ്ട്, ദെൻ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിക്സ് ഉണ്ട്, ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ ഉണ്ട്, ECE ഉണ്ട്, മെക്ക് ഉണ്ട്, ദെൻ നിങ്ങൾക്ക് ALPൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ടെക്നീഷ്യൻ ബി R&AC ഉണ്ട്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഫിറ്റർ ഉണ്ട്, ഇലക്ട്രോണിക്സ് മെക്കാനിക് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വിവിധ ഡിസിപ്ലിൻ വൈസ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ അതായത് ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യൂസും അതുപോലെ നല്ല രീതിയിൽ അതിൽ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.